പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധമാകുന്ന നാമം ഈ രാത്രി കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർമ്മേൽ മിനിസ്ട്രീസിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ ദൈവമക്കളാ നിങ്ങളോട് ഒരുമിച്ച് വീണ്ടും വരുന്നവൻ രക്ഷകനുമാണെൻ്റെ ദൈവത്തെ സ്തുതിപ്പാനും വാഴ്ത്തുവാനും മഹത്വപ്പെടുത്തുവാനും ഈ രാത്രി കാലം ദൈവം ഇടയാക്കി തന്നതിൻ്റെ എല്ലാ വിശ്വസ്തതകൾക്കും നന്മകൾക്കുമായി നന്ദി ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വർഷത്തിൻ്റെ ആരംഭം മുതൽ ഈ അവസാന മാസം വരെയും നമ്മുടെ കർത്താവ് നമ്മളെ അത്ഭുതകരോ അതിശയകരമാകുന്ന രീതിയിൽ നടത്തിക്കൊണ്ട് വരുന്ന അവൻ്റെ എല്ലാ നന്മകളെയും കൃപകളെയും ഓർത്തി രാത്രികാലം നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിപ്പാൻ നാം എത്ര കടപ്പെട്ടവരാണ്. ആമേൻ. അപകടങ്ങൾ പതിയിരുന്ന ലോകത്തിൽ, ആപത്തുകളെ കൊണ്ട് നിറഞ്ഞ ലോകത്തിൽ ശത്രുവാകുന്നവൻ പലപ്പോഴും നമ്മളെ തകർത്ത് കളയുവാൻ നോക്കിയ പല സന്ദർഭങ്ങളിലും താണു പോകുമെന്നും അവൻ പട്ടുപോകുമെന്നും കർത്താവെ എങ്ങനെ മുന്നോട്ട് പോകുമെന്നും ഓർത്ത് അവൻ നീറിപ്പുകഞ്ഞ സന്ദർഭങ്ങളിലെല്ലാം നമ്മുടെ അരുമനാഥൻ നമ്മളോട് കൂടെ ഇരുന്ന് നമ്മളെ കരം പിടിച്ച് നടത്തിയ അവൻ്റെ സ്നേഹത്തെ ഓർത്ത്, അവൻ്റെ കരത്തെ ഓർത്ത്, അവൻ്റെ വിടുതലിൻ്റെ ഹല്ലേലൂയ വിശ്വസ്തതയെ ഓർത്ത് ഒരു പ്രാവശ്യം കൂടി രാത്രികാലം നമുക്ക് നന്ദിയോടെ നമ്മുടെ ദൈവത്തെ സ്തുതിപ്പാൻ, നമ്മുടെ അരുമനാഥനെ വാഴ്ത്തുവാൻ, നമ്മുടെ ശരണമായി, നമ്മുടെ സങ്കേതമായി, നമ്മുടെ കോട്ടയായി, ഹല്ലേലൂയ കഷ്ടതയിൽ നമ്മളോട് കൂടെ ഇരുന്ന ദൈവം നമ്മൾ ഉച്ചപേക്ഷിച്ചപ്പോഴൊക്കെയും നമ്മളുടെ പ്രാർത്ഥന കേട്ട് നമുക്ക് ഉത്തരമറളി തന്ന് ഹല്ലേലൂയ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത് നിരാശപ്പെട്ട സ്ഥാനങ്ങളിൽ, ഹല്ലേലൂയ കണ്ണുനീരൊഴുക്കിയ വേളകളിൽ, ഒറ്റപ്പെട്ടു പോയ സ്ഥാനങ്ങളിൽ, നിന്ദിതരായി അപമാനിക്കപ്പെട്ടവരായി, ആരുമില്ലാതെ തുണയില്ലാതെ ആരുമില്ലാതെ നാം ആയിരുന്ന സ്ഥാനങ്ങളിലെല്ലാം നമ്മുടെ കർത്താവ് നമ്മുടെ കണ്ണുനീർ കണ്ട് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാതെ നമ്മുടെ കണ്ണുനീരിനെ ഹല്ലേലൂയ കണ്ണിൽ നിന്ന് തുടച്ചു മാറ്റി ആവശ്യങ്ങൾ അറിഞ്ഞ് നിലവിളിച്ച സമയങ്ങളിലെല്ലാം നമ്മുടെ നിലവിളിയുടെ ശബ്ദം കേട്ട് ഹല്ലേലൂയ നമുക്ക് വേണ്ടി ഉത്തരമറളി തന്ന സ്വർഗ്ഗസ്ഥനാവുന്ന ആ പിതാവിൻ്റെ സ്നേഹത്തെ ഈ രാത്രികാലം ഒന്നുകൂടെ രുചിച്ചറിയുവാൻ നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടയാക്കിക്കൊണ്ടിരിക്കുന്നല്ലോ. ഈ ഒരു പകൽക്കാലം കൂടെ നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ദാനമായി തന്നു. ആയുസ്സിൽ ഒരു ദിവസം കൂടെ നമുക്ക് കൂട്ടിത്തന്നു. ജീവനും ഭക്തിക്കും വേണ്ടുന്നതെല്ലാം നമ്മുടെ സ്വർഗത്തിലെ ദൈവം ഈ ഒരു പകൽക്കാലവും നമ്മുടെ ജീവിതത്തിൽ നൽകി തന്ന അവൻ്റെ വിശ്വസ്തതകളെ ഓർത്തുകൊണ്ട് നമുക്ക് ഹല്ലേലൂയ ഈ രാത്രികാലം ഒരിക്കൽ കൂടി അവൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ ഭക്തൻ പറയുന്നത് പോലെ, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? അതേ ഭക്തൻ അടുത്ത ഭാഗത്ത് പറയുന്ന, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന് വരുന്നു. ഈ രാത്രികാലം നമുക്കും പറയുവാൻ പലപ്പോഴും നാമും മാനുഷികമാകുന്ന രീതിയിൽ നമ്മളും ചിന്തിച്ചിട്ട്, കർത്താവെ എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്നെ സഹായിപ്പാൻ ആരുമില്ലല്ലോ, എനിക്കൊരാശ്വാസത്തിന് ആരുമില്ലല്ലോ എന്നോർത്ത് പലപ്പോഴും നീറിപ്പുകഞ്ഞ സന്ദർഭങ്ങളിലെല്ലാം ഭക്തൻ തൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് പറയുക, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ എൻ്റെ യഹോവയിങ്കൽ നിന്ന് വരുന്നു. ഈ രാത്രികാലം നമുക്കും പറയുവാൻ കഴിയട്ടെ, എന്നെ സഹായിപ്പാൻ ഒരുവനുണ്ട്, എന്നെ കരം പിടിച്ച് നടത്തുവാൻ ഒരുവനുണ്ട്, അവൻ എന്നോട് കൂടെ ഇരിക്കുവാൻ ഒരുവനുണ്ട്. ഈ ലോകത്തിൽ ആരും കൂടെ ഇല്ലെങ്കിലും, ആരും എനിക്ക് തുണയായും കൂട്ടായും ഇല്ലെങ്കിലും എന്നെ വിളിച്ച ഒരു ദൈവമുണ്ട്. അവൻ വിശ്വസ്തനായി ഹല്ലേലൂയ എൻ്റെ കഷ്ടകാലത്തും എൻ്റെ രോഗകാലത്തും ഞാൻ തളർന്നിരിക്കുമ്പോഴും, ഞാൻ നിരാശപ്പെട്ടിരിക്കുമ്പോഴും, ഞാൻ ദുഃഖത്തിലായിരിക്കുമ്പോഴും എൻ്റെ അരുമനാഥൻ എന്നോട് കൂടെ ഉണ്ടെന്നുള്ള ധൈര്യത്തോടെ ഇത്രത്തോളം നാളുകൾ നമുക്ക് മുന്നോട്ട് ജീവിപ്പാൻ നമ്മുടെ കർത്താവ് ബലവും ധൈര്യവും നൽകിയിരിക്കുന്നല്ലോ. അവൻ്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ നമ്മളോട് വാഗ്ദത്തം ചെയ്ത ആ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ മുന്നോട്ട് പോകുവാൻ തുടർന്നും നമ്മുടെ ദൈവം നമ്മളെ അവിടുന്ന് ഇടയാക്കുമാറാകട്ടെ. ഈ രാത്രികാലം നമുക്ക് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ അല്പസമയമായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മളിൽ കൂടെ ഹല്ലേലൂയ നമുക്ക് ദൈവം കേൾപ്പിക്കേണ്ടതിന്, ദൈവിക വചനത്തിൻ്റെ അനുസരണ പ്രകാരം നാം ഓരോ നിമിഷവും ആയിത്തീരേണ്ടതിന് ഈ രാത്രികാലം പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് അടുത്തു ചെല്ലാം. ഹല്ലേലൂയ. ഈ മരുഭൂ പ്രയാണം പലപ്പോഴും നമുക്ക് അതികഠിനമായി തോന്നിയ സന്ദർഭങ്ങളിലെല്ലാം ഹല്ലേലൂയ പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിത്തൂണുമായി നമ്മളെ ഈ മരുഭൂമി യാത്രയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപകളെ ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. രാത്രികാലം ഒരു നിമിഷം നമുക്ക് ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് അടുത്തു ചെല്ലാം. അരുമനാഥൻ നടത്തിയ വിധങ്ങളെ ഈ രാത്രികാലം ഒന്നുകൂടെ ഓർക്കാം. അവൻ കൊണ്ടുവന്ന വിധങ്ങളെ ഈ രാത്രികാലം ഒന്നുകൂടെ ഓർക്കാം. നമ്മുടെ താഴ്ചയിൽ നമ്മളെ ഓർത്ത ദൈവത്തിന് ഈ രാത്രികാലം നന്ദിയോട് സ്തോത്രം ചെയ്യാം. വൈരിയുടെ കയ്യിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്ത ദൈവത്തെ നമുക്ക് ഈ രാത്രികാലം നന്ദിയോട് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. വീണുപോയ സ്ഥാനങ്ങളിൽ നമ്മളെ കരം പിടിച്ചുയർത്തി, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും നമ്മളെ കരകയറ്റി നമ്മളെ സുസ്ഥിരമായ ഒരു പാറമേൽ നിർത്തി, നമ്മുടെ വായിൽ ഒരു പുതിയൊരു പാട്ട് തന്ന് ഹല്ലേലൂയ നമ്മളെ നിർത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ ആ കരുണയെ ഓർത്ത് ഈ രാത്രികാലം നമുക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അവൻ്റെ കൃപകളെ ഒന്നുകൂടെ നമുക്ക് ഈ രാത്രികാലം ഓർക്കാം. ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഈ രാത്രികാലം
ദൈവം നമ്മളോട് ഇടപെടേണ്ടതിന് നമുക്ക് അല്പസമയം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. അവൻ പാട്ടുകാരൻ പാടുന്നത് പോലെ, എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ, ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ, ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. കാൽവരി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു, കാൽവരി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു, എൻ്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാ, എൻ്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാ, എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ, ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ, അവനാദ്യനുമേ ദിവ്യ സ്നേഹത്തിനുറവിടമേ, അവനാദ്യനുമേ ദിവ്യ സ്നേഹത്തിനുറവിടമേ, 10,000 അതിശ്രേഷ്ഠനവൻ, സ്തുത്യനാമം നാം നായകൻ, 10,000 അതിശ്രേഷ്ഠനവൻ, സ്തുത്യനാമം നാം നായകൻ, എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ, ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ, ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. മരുഭൂയാത്ര അതികഠിനം, പ്രതികൂലങ്ങൾ അനുനിമിഷം, മരുഭൂയാത്ര അതികഠിനം, പ്രതികൂലങ്ങൾ അനുനിമിഷം, പകൽ മേഘസ്തംഭം രാത്രി അഗ്നിത്തുണാൽ എന്നെ അനുദിനം വഴി നടത്തും, പകൽ മേഘസ്തംഭം രാത്രി അഗ്നിത്തുണാൽ എന്നെ അനുദിനം വഴി നടത്തും, എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ, ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ, ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ, എൻ്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ, കണ്ണുനീരെല്ലാം തുടച്ചിടുമേ, അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരും, അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരും, എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ, ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ, ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. Praise the Lord. നമ്മുടെ യേശു നമുക്ക് ഹല്ലേലൂയ മതിയായവൻ, നല്ലവൻ, അവനെന്നും മതിയായവൻ, നമ്മുടെ ആപത്തിലും രോഗത്തിലും ഹല്ലേലൂയ വൻപ്രയാസങ്ങളിലും അവൻ ഭക്തൻ പാടുന്നത് പോലെ രാത്രികാലം നമുക്കും പറയുവാൻ കഴിയണം, കർത്താവേ നീ മതിയായവൻ. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും ഞാൻ രോഗിയായി കഴിയുമ്പോഴും, ഞാൻ വലിയ പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോഴും, ഹല്ലേലൂയ ഞാൻ ആപത്തിൽ വരുമ്പോഴും, കർത്താവേ നീ എനിക്ക് മതിയായവനായി
ആമേൻ ഹാലലിയ. മരുഭൂ യാത്ര പലപ്പോഴും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അതികഠിനമേറിയ ആമേൻ അവസ്ഥകൾ നമുക്ക് കടന്നു വരുമ്പോൾ, ഹാലലി ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ കൂടെ സ്വർഗത്തിലെ ദൈവം നടത്തിയപ്പോൾ, ആമേൻ ഹാലലിയ തൻ്റെ ജനത്തിന് പകലിൽ കഠിന ചൂടിൻ്റെ അനുഭവം വന്നപ്പോൾ മേഘസ്തംഭത്തിൽ കൂടെ നടത്തിയ ദൈവം, രാത്രിയിൽ ഹാലലി ഇരുളിൻ്റെ അവസ്ഥകൾ വന്നപ്പോൾ, ആമേൻ ഹാലലിയ രാത്രികാലം അവൻ അഗ്നി തൂണായി കൂടെ ഇരുന്നവൻ ആ കർത്താവ് ഇന്നും നമ്മളെ പലപ്പോഴും ഇരുളിൻ്റെ അവസ്ഥകൾ, കുരുളിൻ്റെ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഒരു വെളിച്ചം കാണുന്നില്ലല്ലോ എന്നോർത്ത് ഞാൻ നിങ്ങളും ഭാരപ്പെട്ട സന്ദർഭങ്ങളിലെല്ലാം രാത്രിയുടെ യാമങ്ങളിൽ അഗ്നി തൂണായി നമുക്ക് കാവലായി നിന്ന് ഈ മരുഭൂ പ്രയാണത്തിൽ നമ്മുടെ കരം പിടിച്ച് നിർത്തിയിരിക്കുന്ന ഹാലലിയ നമ്മുടെ ദൈവത്തിൻ്റെ ആ കൃപകളെ ഓർക്കാം. അവൻ്റെ വിശ്വസ്തതകളെ രാത്രികാലം ഒരിക്കൽ കൂടെ ഒന്നുകൂടെ ഓർക്കാം. ഹാലലിയെ രാത്രികാലം ഭക്തനോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്കും പറയുവാൻ കഴിയണം, എൻ്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോകും, ഞാൻ ഈ ഭൂമിയിൽ അനുഭവിക്കുന്ന എൻ്റെ ദുഃഖങ്ങളെല്ലാം മാറിപ്പോകും, ഞാൻ ഹാലലിയെ അനുഭവിക്കുന്ന രോഗങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും. എൻ്റെ കണ്ണുനീരെല്ലാം എൻ്റെ കണ്ണിൽ നിന്ന് തുടയ്ക്കുന്ന നാളുകൾ ഏറ്റവും ആഗതമായി എൻ്റെ കർത്താവ് രാജാവായി ഹാലലിയ വാനിൽ വെളിപ്പെടുവാൻ സമയമായി. അവൻ വെളിപ്പെടുമ്പോൾ ഞാനും അവനിവിടം പറന്നുയരും. ഈ രാത്രികാലം നമുക്ക് ധൈര്യത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിൻ്റെ കൃപകളെ, ദൈവത്തിൻ്റെ വഴികളെ, നമ്മുടെ കർത്താവിൻ്റെ നന്മകളെ രുചിച്ചറിഞ്ഞ ഒരു ദൈവ പൈതലായിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ രാത്രികാലം ധൈര്യത്തോടെ വിളിച്ചു പറ, ദൈവ പൈതലെ, എൻ്റെ കണ്ണുനീരെല്ലാം ജീവിതത്തിൽ നിന്ന് മാറുവാൻ പോകുക, എൻ്റെ ദുഃഖങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറുവാൻ പോകുക, എൻ്റെ നിന്ദകളെല്ലാം എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറുവാൻ പോകുക. അവൻ രാജാവായി എത്രയും വേഗം മാനിൽ വെളിപ്പെടുന്ന കാലം ഏറ്റവും ആഗതമായിരിക്കുക. ഞാനും ഈ ഭൂമിയിലെ കഷ്ടതകളും ദുഃഖങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാം വിട്ട് ഹല്ലേലൂയ അവനോടൊപ്പം വാനിൽ പറന്നുയരും. അതുകൊണ്ട് ഭക്തൻ പറയുന്നത്, എൻ്റെ യേശു എനിക്ക് നല്ലവൻ. നമുക്കും ഈ രാത്രികാലം പറയുവാൻ കഴിയണം, എൻ്റെ യേശു എനിക്ക് നല്ലവനാ. എൻ്റെ രോഗത്തിലും എൻ്റെ ദുഃഖത്തിലും എൻ്റെ പ്രയാസത്തിലും എൻ്റെ കഷ്ടതയിലും ഈ ഒരു വർഷത്തിൻ്റെ ആരംഭം മുതൽ ഈ അവസാന മാസം വരെയും എൻ്റെ കർത്താവ് എനിക്ക് നല്ലവനായിരുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അതികഠിനമേറിയ വേദനകൾ കടന്നു വരുമ്പോൾ നാം ദൈവത്തോട് തന്നെ പല ചോദ്യങ്ങളും ചോദിച്ച സന്ദർഭങ്ങൾ ഈ ഒരു വർഷത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? പല പ്രാർത്ഥനകൾക്കും നമുക്ക് മറുപടി ലഭിച്ചിട്ടില്ല, ഹല്ലേലൂയ ആമേൻ എന്നുള്ള സാഹചര്യങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം. എന്തുകൊണ്ട് കർത്താവേ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ലഭിക്കുന്നില്ല എന്ന് ദൈവത്തോട് തന്നെ നാം ചോദിച്ച പല ചോദ്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. എന്തുകൊണ്ട് എൻ്റെ ശരീരത്തിലെ രോഗത്തിനൊരു വിടുതലില്ല? എന്തുകൊണ്ട് എൻ്റെ കഷ്ടതകൾക്കൊരു ഹല്ലേലൂയ ഒരു സമാപ്തിയില്ല? എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു നന്മ പ്രാപിപ്പാൻ കഴിയുന്നില്ല? ഇങ്ങനെ പല ചോദ്യങ്ങളും നമ്മുടെ ഹൃദയത്തിൽ നാം ഹല്ലേലൂയ കൊണ്ടുവന്നിട്ട്, അല്ലെങ്കിൽ ഒരു പക്ഷേ നാം ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ശത്രുവാകുന്നവൻ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ഈ രാത്രികാലം നമുക്കതിനെല്ലാം ഒരു നിമിഷം മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് പറയും, കർത്താവേ, നീ വരുന്ന നാളിൽ രാജാവായി വെളിപ്പെടുമ്പോൾ ഞാൻ നിന്നോടുകൂടെ പറന്നുയരുവാൻ ആഗ്രഹിക്കുക. കാരണം ഈ ലോകത്തിലെ ക്ലേശമെല്ലാം നൊടി നേരത്തേക്കുള്ളതാ, ഈ ലോകത്തിലെ വേദനകളെല്ലാം നൊടി നേരത്തേക്കുള്ളതാ. ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ നിന്ന് പോകുവാൻ സമയമായി എന്നുള്ള ഹല്ലേലൂയ വിശ്വാസം ഈ രാത്രികാലം നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിലൂടെ നൽകി തരുമാറാകട്ടെ. ഈ രാത്രികാലം നമുക്കൊരു നിമിഷം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ അവൻ എന്നും നല്ലവനാ. ഹല്ലേലൂയ ഈ ലോകത്തിൽ ആർക്കും ഒരു മനുഷ്യനെയും നമുക്ക് നോക്കി പറയുവാൻ കഴിയത്തില്ല അവൻ നല്ലവനെന്നും അവൻ വിശ്വസ്തനെന്നും. എന്നാൽ നമുക്ക് ഈ രാത്രികാലം ധൈര്യത്തോടെ ഒരുവനെ നോക്കിക്കൊണ്ട് പറയാം, എൻ്റെ യേശു എനിക്ക് നല്ലവനാ, അവൻ എന്നും എനിക്ക് മതിയായവനാ. എൻ്റെ രോഗത്തിലും ആപത്തിലും എല്ലാറ്റിലും അവൻ ആദ്യനും അന്ത്യനുമായി എന്നോട് കൂടെ ഇരുന്ന് എന്നെ നടത്തുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് രാത്രികാലം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു നിമിഷം നമ്മുടെ ദൈവം നമ്മളോട് ഈ രാത്രികാലം ഇടപെടേണ്ടതിന്, ദൈവത്തിന്റെ വചനത്തിൽ കൂടെ ദൈവം നമ്മളോട് സംസാരിക്കേണ്ടതിന്, ദൈവകൃപ ഈ രാത്രികാലം നമ്മുടെ ജീവിതത്തിൽ പകരപ്പെടേണ്ടതിന്, ഹല്ലേലൂയ തകർന്നു നുറുങ്ങിയിരിക്കുന്ന ചില ഹൃദയങ്ങളെ ദൈവം ആശ്വസിപ്പിക്കേണ്ടതിന്, ചില വിടുതലുകളെ ദൈവം ഈ രാത്രികാലം നൽകേണ്ടതിന് ഒരു നിമിഷം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നൽകി തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുക. ഈ രാത്രികാലം നിന്റെ പാദപീഠത്തിലേക്ക് അടുത്തു വരുന്നു. സ്വർഗത്തിലെ കർത്താവേ, വചനം നിന്റേത് അടിയനെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. അടിയനോടൊപ്പം ലൈവിലായിരിക്കുന്ന മക്കളെയും ഏൽപ്പിക്കുന്ന പേജിനെ ഏൽപ്പിക്കുന്നു. വചനത്തിൽ കൂടെ നീ അവിടെ ഞങ്ങളോട് ഇടപെടുമാറാകണമേ, നീ അവിടെ ഞങ്ങളോട് സംസാരിക്കുമാറാകണമേ, നിന്റെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, നീ എന്ന് ഞങ്ങൾക്ക് നല്ലവനാ, നീ എന്ന് ഞങ്ങൾക്ക് മതിയായവനാ. ഞങ്ങളുടെ രോഗത്തിലും ഹല്ലേലൂയ പ്രയാസങ്ങളിലും എല്ലാം
ഞങ്ങളോട് കൂടെ ഇരുന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന നിന്റെ എല്ലാ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ നിന്റെ പാദപീഠത്തിലേക്ക് അണയുകയാ. പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപ തോന്നി കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ വീണ്ടും വരുന്നവനാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള ആമേൻ സ്നേഹവന്ദനത്തെ ഈ രാത്രികാലം അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ഈ പേജിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം എൻ്റെ ജീവിതത്തിൽ ആയുസ്സും ആരോഗ്യം നൽകി തന്ന അവൻ്റെ എല്ലാ വിശ്വസ്തതകൾക്കായും സ്തോത്രം ചെയ്യുകയാണ്, സ്തുതിക്കുകയാണ്. ദൈവമക്കളെല്ലാവരും ഓരോ ദിവസവും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങൾ കേരളത്തിലേക്ക് കടന്നു പോകുവാനും സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ബലത്തോടെ മടങ്ങി വരുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ സഹായിച്ചു. ആമേൻ. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥനയെ ആമേൻ എഴുതാവുന്നടിയൻ ചോദിക്കുക. ഈ രാത്രികാലം അല്പസമയം നമുക്ക് തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ അവിടെ ഒരു ആമേൻ ഹല്ലേലൂയ സഹോദരനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. അവിടെ നാം വായിക്കുന്നത്, അവൻ എരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. എന്നാറേ അവൻ മുമ്പോട്ട് ഓടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിന്മേൽ കയറി. യേശു ആ വഴിയായി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ ഇന്ന് നിന്നോട് കൂടെ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. ഇവിടെ നാം ശ്രദ്ധിക്കുമ്പോൾ ഈ വാക്യത്തിലേക്ക്, ഈ ആമൻ വചനത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ ഹല്ലേലൂയ സക്കായി എന്ന് പറയുന്ന അവൻ വ്യക്തി അവൻ ചുങ്കക്കാരി പ്രമാണിയുമാ ധനവാനുമാ എല്ലാം ഉണ്ട്. പക്ഷേ തൻ്റെ ജീവിതത്തിൽ ആമേൻ ഹല്ലേലൂയ ഒരു കുറവുണ്ട്. താൻ ആമേൻ വളർച്ചയിൽ കുറിയവൻ ആകൊണ്ട്. ഹല്ലേലൂയ. വളർച്ചയിൽ കുറിയവനാകൊണ്ട് കാര്യമൊക്കെ ശരിയെങ്കിലും ഈ വ്യക്തിക്ക് ഒരേ ഒരു ആഗ്രഹമാ, ആമേൻ ഹല്ലേലൂയ, യേശു എങ്ങനെ ഉള്ളവൻ എന്ന് കാണണം. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ ദൈവ പൈതലേ, ഞാനും നിങ്ങളും ഈ രാത്രികാലം ആമേൻ ഹല്ലേലൂയ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മളും ഒരു കാലത്ത് ആഗ്രഹിച്ചില്ലേ, കാണുവാൻ ആഗ്രഹിച്ചില്ലേ, എൻ്റെ യേശു, എല്ലാവരും പറയുന്ന ഈ യേശു എങ്ങനെ ഉള്ളവനെന്ന് ആമേൻ കാണുവാൻ ഞാനും നിങ്ങളും ആഗ്രഹിച്ചു. നമ്മൾ കാണുകയും ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ നാം രുചിച്ചറിയുകയും ചെയ്തു. നമ്മൾ ഓരോരുത്തരും നമ്മുടെ യേശുവിനെ കുറിച്ച് ഹല്ലേലൂയ എങ്ങനെ ഉള്ളവനെന്ന് കണ്ടും അറിഞ്ഞും ആമേൻ ഈ രാത്രികാലമായിരിക്കുന്നത്. എന്നോടും നിങ്ങളോടും ആമേൻ ഹല്ലേലൂയ ഒരു ചോദ്യം ചോദിച്ചാൽ, നമ്മുടെ യേശു എങ്ങനെ ഉള്ളവനെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് നാം പറയും, ഹല്ലേലൂയ, എൻ്റെ യേശു എന്നോട് കൂടെ ഇരിക്കുന്നവനാ, എൻ്റെ കർത്താവ് എന്നെ സൗഖ്യമാക്കുന്നവനാ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കരുതുന്നവനാ. ഹല്ലേലൂയ. ആമേൻ. ഈ രാത്രികാലം ആമേൻ നമുക്ക് പറയുവാൻ പല കാര്യങ്ങളും ഉണ്ട്. ഹല്ലേലൂയ. നമ്മുടെ മേൽ ശത്രു പ്രവർത്തിക്കുവാൻ നോക്കുമ്പോൾ ജയത്തിന്റെ കൊടിയായി ഇറങ്ങി വരുന്നവനാ എൻ്റെ കർത്താവ്. ഇങ്ങനെ പല ഗുണങ്ങളെ കുറിച്ച് നമുക്ക് ആമേൻ നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുവാൻ കഴിയും. 91-ാം സങ്കീർത്തനത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ അവിടെയും നമുക്ക് കാണുവാൻ കഴിയുന്നത് ആമേൻ ഹല്ലേലൂയ, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. നമ്മെ വിടുവിക്കുന്ന ഒരു കർത്താവ്, നമ്മെ ഉയർത്തുന്ന ഒരു കർത്താവ്, നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരം തരുന്ന ഒരു കർത്താവ്, നമ്മളോട് കൂടെ ഇരിക്കുന്ന ഒരു കർത്താവ്, ഹല്ലേലൂയ, ദീർഘായുസ് തന്ന് നമ്മളെ തൃപ്തി വരുത്തുന്ന ഒരു കർത്താവ്. ഇങ്ങനെ പല രീതിയിൽ നാം നമ്മുടെ ദൈവത്തെ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ രുചിച്ചറിഞ്ഞതുപോലെ ആമേൻ ഈ സഹോദരനും ഒരു ആഗ്രഹമുണ്ട്, യേശു എങ്ങനെയുള്ളവനെന്നൊന്ന് അറിയാം. ഹല്ലേലൂയ. ആമേൻ. പ്രമാണിയ, ധനവാന, ആമേൻ ദേശത്തിന്റെ നടുവില് ഹല്ലേലൂയ മറ്റുള്ളവരുടെ മുന്നില് ആമേൻ പറയുവാൻ പലതുമുണ്ട്. ഹല്ലേലൂയ. പ്രശംസിപ്പാൻ പലതുമുണ്ട്, പുകഴുവാൻ പലതുമുണ്ട്. പക്ഷേ ഹല്ലേലൂയ സഹോദരനെ കുറിച്ച് നോക്കിയാൽ തന്റെ ജീവിതത്തിൽ ഒരു കുറവുണ്ട്, വളർച്ചയിൽ കുറിയവനാ. ഹല്ലേലൂയ. യേശു എങ്ങനെയുള്ളവനെന്ന് ഇത്രയും വലിയ പുരുഷാരത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ഈ സഹോദരൻ അത് കാണുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അതിൽ നിന്നുകൊണ്ട് രാത്രികാലം ചില കാര്യങ്ങളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ആമേൻ, നാം യേശു എങ്ങനെയുള്ളവനെന്ന് രുചിച്ചറിഞ്ഞതുപോലെ ഇതേ ആഗ്രഹം നമുക്കുണ്ടായിരുന്ന, ഇതേ ആഗ്രഹം ഈ സക്കായി എന്ന വ്യക്തി
വ്യക്തിയിലും ഹല്ലേലൂയ യേശു എങ്ങനെയുള്ളവനെന്ന് കാണണമെന്നൊരു ആഗ്രഹം. പക്ഷേ സക്കായി വളർച്ചയിൽ കുറിയവനാകൊണ്ട് അല്ലെങ്കിൽ പൊക്കമില്ലാത്തവനാകൊണ്ട് യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ കാരണം യേശുവിനോട് കൂടെ വളരെയധികം പുരുഷാരം. അതിന്റെ തൊട്ടു മുന്നിലുള്ള അധ്യായത്തിൽ നോക്കുമ്പോൾ എരിഹോവിൽ കൂടെ കടന്നു വരുമ്പോൾ ആമേൻ ഹല്ലേലൂയ അവിടെ ഇരുന്ന കുരുടനെ കാഴ്ച കൊടുക്കുന്നത് ആമേൻ അതിനെ കുറിച്ചെല്ലാം കണ്ടതിന് ശേഷം അടുത്ത ഭാഗത്തേക്ക് നാം കടന്നു വരുമ്പോൾ ഹല്ലേലൂയ യേശുവിനെ കാണുവാൻ ഈ സക്കായി വളരെയധികം ബന്ധപ്പെടുന്ന മനുഷ്യനായി. എന്നാൽ ആമേൻ താൻ വളർച്ചയിൽ കുറിയവനാണെങ്കിൽ പൊക്കമില്ലാത്തവൻ എന്ന ഹല്ലേലൂയ ആമേൻ ഉള്ളവനെങ്കിലും അവന്റെ ആമേൻ ആ ശാരീരിക ബലഹീനതകളെ അവിടെ കൊണ്ട് ഒതുക്കി വെക്കുന്ന ഒരു വ്യക്തിയായിട്ടല്ല. ആമേൻ ഹല്ലേലൂയ ശാരീരിക ബലഹീനതകൾ ഉണ്ടെങ്കിൽ വളർച്ചയില്ലാത്തവനെങ്കിൽ പൊക്കമില്ലാത്തവനെങ്കിൽ ആമേൻ കഴിവില്ലാത്തവനെന്ന് ലോകം വിധി എഴുതിയെങ്കിലും അവൻ ഒറ്റ ആഗ്രഹമുള്ളൂ, എനിക്ക് എൻ്റെ യേശു എങ്ങനെയുള്ളവനെന്ന് എനിക്ക് കാണണം. ആമേൻ ആരെന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ, എത്ര ജനക്കൂട്ടം ഇതിലെ കടന്നു വന്നെന്ന് പറഞ്ഞാൽ, എൻ്റെ യേശുവിനെ എനിക്ക് രാത്രികാലം കാണണം. എൻ്റെ പ്രിയ ദൈവ പൈതലേ, നീയും ഈ രാത്രികാലം എൻ്റെ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ, അവനെ ഹല്ലേലൂയ അവന്റെ പ്രവൃത്തി എങ്ങനെയുള്ളതെന്ന് രുചിച്ചറിയുവാൻ, എൻ്റെ യേശുവിനെ കുറിച്ചൊന്ന് ഹല്ലേലൂയ മനസ്സിലാക്കുവാൻ ഞാനും നിങ്ങളും ദൈവസന്നിധിയിലായിരിക്കുന്നുവോ, നിന്റെ കുറവുകളും കുറ്റങ്ങളെയും എല്ലാം മാറ്റിക്കൊണ്ട് നീ മുന്നോട്ട് ഓടുവാൻ തയ്യാറാണോ? ഹല്ലേലൂയ രാത്രികാലം നീ യേശു എങ്ങനെയുള്ളവനെന്ന് ആമേൻ രുചിച്ചറിയുവാൻ ദൈവം ഇടയാക്കി തരും. ഹല്ലേലൂയ സക്കായി മുന്നോട്ട് ഓടുകയാ. ആമേൻ താൻ ഓടിച്ചെന്ന് തന്റെ ബലഹീനതകളെ എല്ലാം മാറ്റിയിട്ട് ഹല്ലേലൂയ അതിന്റെ അടുത്ത ഭാഗത്തേക്ക് നാം കാണുന്നത് ഒരു കാട്ടത്തിമേൽ കയറി. പ്രൈസ് ദി ലോർഡ്. ധാരാളം ഇലകൾ അവൻ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഹല്ലേലൂയ ഒരു കാട്ടത്തിമേൽ ഈ പൊക്കമില്ലാത്ത സഹോദരൻ അവൻ വളരെ ബന്ധപ്പെട്ട് കയറി കാത്തിരിക്കുകയാണ്. എന്തിനാ? യേശു എങ്ങനെയുള്ളവനെന്ന് കാണണം. ഹല്ലേലൂയ ആമേൻ ആരും തന്നെ കാണില്ല എന്നുള്ള ഒരു വിചാരത്തോടു കൂടിയാ ഈ പ്രിയ സഹോദരൻ ഈ അത്തിയുടെ മേൽ കയറിയിരിക്കുന്നത്. പക്ഷേ ആമേൻ ഈ രാത്രികാലം പറയട്ടെ, എല്ലാം കാണുന്ന ഒരുവൻ ആമേൻ ഹല്ലേലൂയ ആ അത്തിയുടെ ചുവട്ടിൽ വന്ന് വിളിക്കുക, എൻ്റെ പ്രിയ ദൈവമേ, എന്നെ ആരും കാണത്തില്ലെന്ന് വിചാരിച്ച്, ആർക്കും എന്നെ ഹല്ലേലൂയ കാണുവാൻ കഴിയത്തില്ലെന്ന് വിചാരിച്ച്, ആമേൻ എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടാമെന്ന് വിചാരിച്ച് ഹല്ലേലൂയ ഞാനും നിങ്ങളും ഈ രാത്രികാലം ആയിരിക്കുന്നുവെങ്കിൽ ആമേൻ പരിശുദ്ധാത്മാവിൽ എന്നോട് നിങ്ങളോടും പറയുവാനുള്ളത്, നിന്റെ ബലഹീനതകളെ കാണുന്ന ആരും നിന്നെ കണ്ടില്ലെങ്കിൽ, ലോകത്തിൽ ഹല്ലേലൂയ ആരും കാണാതെ വണ്ണം നീ ഒളിച്ചിരുന്നാലും, നീ എവിടെ ചെന്നിരുന്നാലും നിന്നെ കാണുന്ന ഒരു കണ്ണുണ്ട്. ഹല്ലേലൂയ നിന്നെ തേടി വരുന്ന ഒരുവനുണ്ട്. ആമേൻ നിന്റെ ബലഹീനതകളെ മാറ്റുന്ന ഒരുവനുണ്ട്. ഈ സക്കായിയെ പോലെ രാത്രികാലം ഞാനും നിങ്ങളും മുന്നോട്ട് ഓടുവാൻ തയ്യാറാണോ? നിന്റെ ഹല്ലേലൂയ കുറവുകളെ മാറ്റിവെക്കുവാൻ തയ്യാറാണോ? അവൻ മുന്നോട്ട് എനിക്ക് പോകണം കർത്താവേ. ഹല്ലേലൂയ ആരെല്ലാം എന്നെ ഈ തിക്കിലും തിരക്കിലും ആമേൻ ഹല്ലേലൂയ എന്നെ ഒതുക്കുവാൻ ശ്രമിച്ചാൽ എനിക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, എൻ്റെ യേശു കർത്താവ് എങ്ങനെയുള്ളവനെന്ന് എനിക്ക് രാത്രികാലം അറിയണം. ഹല്ലേലൂയ എൻ്റെ പ്രിയ ദൈവ പൈതലേ, നമ്മുടെ ജീവിതത്തിലും ഈ ഒരു ആഗ്രഹം ഈ രാത്രികാലം ദൈവം തരട്ടെ. എൻ്റെ കർത്താവ് എങ്ങനെയുള്ളവൻ, അവൻ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നവന്, അവന്റെ സ്നേഹത്തിന്റെ ആഴം എന്തെന്ന് ഹല്ലേലൂയ രാത്രികാലം ഞാൻ നിങ്ങൾ രുചിച്ചറിയുവാൻ വാഞ്ചയുള്ളവരായിരിക്കുന്നുവോ? ഹല്ലേലൂയ എന്നെയും നിങ്ങളെയും ഈ രാത്രികാലം വന്ന് വിളിക്കുന്ന ഒരുവനുണ്ട്. ആരും കാണാതെ നീ എവിടെ ഒളിച്ചിരുന്നാലും, സക്കായിയെ നീ ആമേൻ കാട്ടത്തിമേൽ കയറി ഇലകൾക്കിടയിൽ നീ ഒതുങ്ങിക്കൂടിയാൽ, ലോകത്തിലെ ഒരു വ്യക്തിയും അവിടെ വന്ന് മുകളിലേക്ക് നോക്കി നിന്നെ കണ്ടില്ലെങ്കിൽ, നിന്നെ കാണുന്ന ഒരുവനുണ്ട്. നീ മുന്നോട്ട് ഓടുമ്പോൾ തന്നെ, നീ ബന്ധപ്പെട്ട് മരത്തിൽ കയറുമ്പോൾ തന്നെ ഹല്ലേലൂയ നിന്നെ കണ്ട ഒരുവനുണ്ട്. എൻ്റെ പ്രിയ ദൈവ പൈതലേ, ഈ രാത്രികാലം നീ ഒറ്റയ്ക്കിരുന്ന് ഹല്ലേലൂയ ആരും കാണല്ലേ എന്നോർത്ത്, ആരും കണ്ടില്ല എന്നോർത്ത് നീ ഒറ്റയ്ക്ക് ഹല്ലേലൂയ പലപ്പോഴും ആരാധനാലയങ്ങളിൽ പോയി ആമേൻ ഒതുങ്ങി കൂടിയിരിക്കുന്ന സാഹചര്യങ്ങൾ, എന്നാൽ നിന്നെ കാണുന്ന ഒരുവനുണ്ട്. ഹല്ലേലൂയ ഈ രാത്രികാലം പറയട്ടെ, അവൻ നിന്റെ വീട്ടിൽ വരുവാൻ ആഗ്രഹിക്കുക, ഇന്ന് നിന്നോട് കൂടെ അത്താഴം കഴിക്കുവാൻ ആഗ്രഹിക്കുക, നിന്നെ അവന്റെ ഭവനത്തിലേക്ക് ഹല്ലേലൂയ നിന്നെ അവനോട് കൂട്ടിച്ചേർക്കുവാൻ അവൻ ഈ രാത്രികാലം ആഗ്രഹിക്കുക. ഈ സക്കായി ഹല്ലേലൂയ മരത്തിൽ കയറി
അവൻ ഒളിച്ചിരുന്ന് യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ അവൻ ഹാലലി ഇലകൾക്കിടയിൽ കൂടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യേശു കർത്താവ് മരച്ചുവട്ടിന്റെ കീഴിൽ വന്നിട്ട് അവൻ ഹാലലി അത്തിയുടെ മുകളിലേക്ക് നോക്കിയിട്ട് അവൻ ഹാലലിയ യേശു പറയാ, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. ഹാലലിയ. എന്റെ പ്രിയ ദൈവ പൈതലേ, അവൻ നമ്മളിൽ പലരോടും ഈ രാത്രികാലം ദൈവത്തിന്റെ ആത്മാവിൽ പറയുവാനുള്ളത്, പലരുടെയും ഭവനത്തിനകത്ത് ഈ രാത്രികാലം യേശു കർത്താവ് ഹാലലിയ പാർക്കുവാൻ ആഗ്രഹിക്കുക. നിന്റെ ഹൃദയമാകണം ഈ രാത്രികാലം തുറന്നു കൊടുക്കുവാൻ നീ തയ്യാറാണോ? നിന്റെ ഹൃദയത്തിനകത്തേക്ക് വരുവാൻ, നിന്റെ ഭവനത്തിനകത്തേക്ക് വരുവാൻ, നിന്റെ ചില കുറവുകള് ഈ രാത്രികാലം ദൈവം മാറ്റിക്കൊണ്ട് നീ പറയുന്നുണ്ടാകും, കർത്താവേ എന്റെ ജീവിതത്തിൽ ഇന്ന ഇന്ന കുറവുകളാ. ലോകം നോക്കുമ്പോൾ യാതൊരു കുറവും കാണുന്നില്ല, ഞങ്ങളുടെ സമൂഹം നോക്കുമ്പോൾ കുറവുകൾ ഒന്നും കാണുന്നില്ല. പക്ഷെ നീ നോക്കുമ്പോൾ നിന്നിൽ പല കുറവുകളും ഉണ്ടായേക്കാം. എന്നാൽ ഈ രാത്രികാലം പ്രിയ ദൈവ പൈതലേ, അതിനെയൊക്കെ നീ ഒന്ന് മാറ്റിവെക്ക. നീ മുന്നോട്ട് ഓടുവാൻ തയ്യാറാണോ? നീ മുന്നോട്ട് ഓടുവാൻ തയ്യാറാണോ? ദൈവ ശബ്ദം കേൾക്കുവാൻ തയ്യാറാണോ? ഈ രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് പറയുക, ഹല്ലേലൂയ, യേശു കർത്താവ് നിന്റെ ഭവനത്തിനകത്ത് ഈ രാത്രികാലം വരുവാൻ തയ്യാറാ. ഹല്ലേലൂയ. സക്കായിയെ പോലെ നീ എവിടെ ഒളിച്ചിരുന്നാലും, നീ അവനെ എത്ര ഹാലലൂയ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ എന്നെ ആരും കാണില്ലല്ലോ എന്നോർത്ത് നീ ഈ രാത്രികാലം ഒതുങ്ങി കൂടിയിരിക്കുന്ന അനുഭവമാണെങ്കിലും അവിടേക്ക് ഒരുവൻ കടന്നു വരുന്നുണ്ട്. നിന്റെ പേര് വിളിച്ച് നിന്നെ പുറത്തു കൊണ്ടുവന്ന് നിന്റെ കുറവുകളെ മാറ്റി നിന്റെ ഭവനത്തിനകത്ത് ഈ രാത്രികാലം വസിക്കുവാൻ ഒരുവൻ ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ, ആമേൻ, ഈ സക്കായിയുടെ ഭവനത്തിൽ യേശു പാർക്കുവാൻ പോയപ്പോൾ ഹല്ലേലൂയ എല്ലാവരും യേശുവിനെതിരെ പിറുപിറുക്കുവാൻ തുടങ്ങി. ആമേൻ. നാം ലോകപരമായി ജീവിക്കുമ്പോൾ, ഹല്ലേലൂയ, പാപത്തിന്റെ അന്ധകാരത്തിൽ ജീവിക്കുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, ലോകത്തിന്റെ ആമേൻ ജഡീക ജീവിതത്തിൽ ജീവിക്കുമ്പോൾ ലോകക്കാർ ആരും നമ്മളെ ഒന്നും പറയത്തില്ല. എന്നാൽ എന്ന് ഞാനും നിങ്ങളും ആമേൻ യേശു കർത്താവിനെ പിന്തുടർന്നുവോ, നമ്മുടെ ഭവനത്തിനകത്തൊരു സ്ഥാനം നൽകിയോ, ഹല്ലേലൂയ, പലരും നമ്മളെ കുറിച്ച് പിറുപിറുക്കുവാൻ തുടങ്ങി. എന്നാൽ ഹല്ലേലൂയ നമുക്ക് കാണുവാൻ കഴിയുന്നത്, സക്കായിയെയും ഭവനത്തെയും ആമേൻ ശ്രദ്ധിച്ചാൽ, യേശു കർത്താവ് സക്കായിയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പട്ടണം മുഴുവൻ പറഞ്ഞു, അവനതാ ഒരു പാപിയായ മനുഷ്യനോട് കൂടെ പാർപ്പാൻ പോകുന്നു. എന്നാൽ ഹല്ലേലൂയ സക്കായിയുടെ വീട്ടിലേക്ക് യേശു കടന്നു പോകുന്നതിന്റെ പിൻപിൽ എന്റെ പ്രിയ ദൈവമേ, നമ്മുടെ കർത്താവിന് ചില ഹല്ലേലൂയ ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ കർത്താവിന് ചില കാര്യങ്ങൾ ഇവിടെ ചെയ്തെടുക്കേണ്ടതുണ്ടായിരുന്നു. യേശു ഒരു രാപാർക്കുവാനോ ഹല്ലേലൂയ വിരുന്ന് കഴിക്കുവാനോ അല്ല. ആമേൻ. അതിലുപരിയായി നമ്മുടെ യേശു കർത്താവ് ഭവനത്തിൽ ചെന്നതിന്റെ ഉദ്ദേശം ആ സക്കായി വീട്ടുവാതിൽക്കൽ നിന്ന് പറയുന്ന ആമേൻ ആ വാക്കുകളിൽ നമുക്ക് കാണുവാൻ കഴിയും. അവിടെ നമുക്ക് അതിന്റെ 7-ാം വാക്യത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയും, ആമേൻ, ഹല്ലേലൂയ, അവൻ പാപിയായ ഒരു മനുഷ്യനോട് കൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് ജനം പിറുപിറുത്ത്, സക്കായിയോ നിന്ന് കർത്താവിനോട്, ഹല്ലേലൂയ, കർത്താവേ എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്, വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുമെന്ന് പറഞ്ഞ്, ഹല്ലേലൂയ, ആമേൻ, ഈ രാത്രികാലം പറയട്ടെ ദൈവമൈതലേ, താൻ അവിടെ നിന്നുകൊണ്ട് അപഹരിച്ച പണങ്ങളെ ആമേൻ തിരികെ കൊടുത്തുകൊള്ളാമെന്ന് ആമേൻ താൻ യേശു കർത്താവിന്റെ മുമ്പിൽ മുട്ടുകുത്തി നിലവിളിച്ച് പറയുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, യേശു ആ ഭവനത്തിൽ ചെന്നതിന്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാം. ഇന്ന് രാത്രികാലം എന്റെ പ്രിയ ദൈവമൈതലേ, യേശു നിന്റെ വീട്ടിൽ വന്നിരിക്കുന്നത് നിന്റെ ജീവിതത്തിൽ ചിലതൊക്കെ ഉപേക്ഷിച്ച് കളയേണ്ടതിനാ. ആമേൻ. ചിലതൊക്കെ വിട്ട് കളയുവാനാ. നിന്റെ ജീവിതത്തിൽ ആഴമേറിയ ഒരു മാനസാന്തരം വരുത്തുവാനാ. നമ്മുടെ ജീവിതത്തിലെ ചിലതിനെയൊക്കെ നാം ഉപേക്ഷിച്ച് കളയേണ്ടതിനാ. നമുക്ക് ചിലതിനെയൊക്കെ ഒന്ന് ഈ ദിവസങ്ങളിലാ, ഈ വർഷത്തിന്റെ അവസാന നാളുകളിലാ, ചിലതിനെയൊക്കെ നമുക്ക് വിട്ടിട്ട് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഒന്നുകൂടെ ഒന്ന് അടുത്ത് വരേണ്ടതിനാ. ആമേൻ. യേശു ഹല്ലേലൂയ നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരുന്നത്. ആമേൻ. ജനം പറയും, അല്ലെങ്കിൽ ലോകം പറയും, നിന്റെ ചുറ്റുപാടുകൾ നിനക്കെതിരെ വിധി എഴുതാ. യേശു പാപിയായ ഒരു മനുഷ്യനോട് കൂടെ ആമേൻ ഭവനത്തിൽ പാർക്കുവാൻ പോയി. എന്നാൽ യേശു കർത്താവിന് ഉദ്ദേശമുണ്ട്, പാപിയായി എന്നെയും നിങ്ങളെയും ആമേൻ അവന് ഹല്ലേലൂയ നമ്മളിൽ കൂടെ ചിലത് ചെയ്തെടുക്കേണ്ടതുണ്ട്. നമ്മുടെ ഭവനത്തിനകത്ത് ചിലതിനെ മാറ്റേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ചിലതിനെ ഉപേക്ഷിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ചിലതിനെ മാനസാന്തരങ്ങളെ വരുത്തുവാനുണ്ട്. ഈ വർഷത്തിന്റെ ആരംഭം മുതൽ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ചിലതിനെ വിട്ട് കളയേണ്ടതിനെ പലപ്പോഴും നാം ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെ വിട്ട് കളയുവാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ കൂടെ ആണോ ഈ
രാത്രികാലം കടന്നു പോകുന്നതെങ്കിൽ ഈ രാത്രികാലം യേശു വിളിക്കുകയാ, അവൻ സക്കായിയെ നീ ഇറങ്ങി വാ, നിന്റെ ഭവനത്തിൽ എനിക്ക് രാത്രികാലം പാർക്കേണ്ടതുണ്ട്, നിന്റെ ജീവിതത്തിൽ ചിലതിനെ മാറ്റിക്കളയേണ്ടതുണ്ട്, നിന്റെ ജീവിതത്തിൽ ചിലതിനെ എടുത്തു കളയേണ്ടതുണ്ട്, നിന്റെ ജീവിതത്തിൽ ചില മാനസാന്തരങ്ങൾ എനിക്ക് വരുത്തുവാനുണ്ട്. പ്രിയദൈവമൈതലേ, ഈ രാത്രികാലം പരിശുദ്ധാത്മാവിന് നമ്മളോട് പറയുവാനുള്ളത്, ഈ വർഷത്തിന്റെ അവസാന നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തുവാനുണ്ട്. ചില മാനസാന്തരത്തിന്റെ അനുഭവം ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈവം വരുത്തുവാൻ വേണ്ടി ഈ ദിവസങ്ങളിൽ നമ്മളെ ഒന്നുകൂടെ ഒന്ന് പണിതുകൊണ്ടിരിക്കുകയാ. ചില ശോധനകളിൽ കൂടെ, ചില കഷ്ടതകളിൽ കൂടെ, ചില രോഗങ്ങളിൽ കൂടെ, ചില പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടെ എന്നെയും നിങ്ങളെയും ഈ രാത്രികാലം ദൈവം കടത്തി വിടുന്നുവോ? നീ അതിന്റെ നടുവിൽ പിറുപിറുക്കണ്ട, നീ കുറവുള്ളവനെന്ന് പറഞ്ഞ് മാറിയിരിക്കണ്ട. എന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ കുറവുകൾ വന്നല്ലോ എന്ന് പറഞ്ഞ് എനിക്ക് മുന്നോട്ട് പോകുവാൻ, എന്റെ കർത്താവിനെ രുചിച്ചറിയുവാനോ, എന്റെ ദൈവത്തെ അറിയുവാനോ എനിക്ക് സാധിക്കയില്ല എന്ന് പറഞ്ഞ് നീ ഒതുങ്ങി കൂടുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഈ രാത്രികാലം പരിശുദ്ധാത്മാവ് പറയുക, ഹല്ലേലൂയ, നിന്റെ കുറവുകളെ നീ ഒന്ന് മാറ്റ്. നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ നീ രാത്രികാലം നീ എന്റെ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചതാ. ഹല്ലേലൂയ, ചിലതിനെ ഒന്ന് വിട്ടുകളയാൻ ഈ രാത്രികാലം നീ വിട്ടുകളാ. ആമേൻ, ഹല്ലേലൂയ. രാത്രികാലം ഞാൻ നിന്റെ ഭവനത്തിൽ ചിലത് ചെയ്യുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ഭവനത്തിനകത്ത് ആമേൻ നമ്മുടെ കർത്താവ് രാത്രികാലം ചിലത് ചെയ്യുവാൻ പോകുക. വിശ്വാസത്തോടെ പറ, ഹല്ലേലൂയ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചിലത് ചെയ്യുവാൻ പോകുക. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ പോകുക. ഇതേ അനുഭവമല്ലേ നാം ആമേൻ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കാണുന്നത്, ആമേൻ മഗ്ദലക്കാരത്തി മറിയയും കൂട്ടരും യേശുവിനെ ഒരു നോക്ക് കാണുവാനുള്ള ആഗ്രഹത്തോടെ കല്ലറയുടെ മുന്നിലേക്ക് കടന്നു വരികയാ. ആമേൻ, ഹല്ലേലൂയ. അവിടെ ചെന്ന് നോക്കുമ്പോൾ നിരാശപ്പെടുത്തുന്ന അനുഭവം കാണുവാൻ കഴിയുന്നത് യേശുവിനെ കാണുവാനില്ല. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ നിരാശയെ ആമേൻ നമ്മുടെ ജീവിതത്തിൽ നിരാശകളെ മാറ്റുന്ന ഒരുവനുണ്ട്. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നാം എന്നും നിരാശപ്പെട്ടിരിക്കുവാൻ നമ്മുടെ കർത്താവ് നമ്മളെ അനുവദിക്കുന്നവനല്ല. ഈ സഹോദരിമാർ നിരാശയോടും സങ്കടത്തോടും ഒപ്പം ഭയത്തോടും വിറയലോടും കൂടെ പോകുമ്പോൾ, ഹല്ലേലൂയ, സന്തോഷത്തോടും കൂടെ പോകുമ്പോൾ യേശു വന്നിട്ട് പറയുക, നിങ്ങൾക്ക് വന്ദനം. ഈ രാത്രികാലം എൻ്റെ പ്രിയ ദൈവമൈതലേ, നീയും ഞാനും പല വിഷയങ്ങളുടെ മേല ഈ രാത്രികാലം നിരാശയോടെയാണോ ആയിരിക്കുന്നത്? ആമേൻ, ഹല്ലേലൂയ, സങ്കടത്തോടെയാണോ ആയിരിക്കുന്നത്? ഈ വർഷത്തിൽ ഹല്ലേലൂയ ചിലതിനെ പ്രാപിപ്പാൻ കഴിയാതെ വണ്ണം, ചില പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാതെ വണ്ണം, ചില വിഷയങ്ങൾക്ക് ഉത്തരം ലഭിക്കാതെ വണ്ണം, ആമേൻ, ഹല്ലേലൂയ വർഷത്തിന്റെ അവസാന നാളുകളിൽ ദുഃഖത്തോടും ഭാരത്തോടും നിരാശയോടും കൂടെ അപ്പാ എന്റെ ജീവിതത്തിൽ അത് ലഭിച്ചില്ലല്ലോ എന്നോർത്ത് നീ വേദനയോടെയാണോ ഈ രാത്രികാലം ആയിരിക്കുന്നത്? അതിന്റെ നടുവിലും ഹല്ലേലൂയ സ്വർഗ്ഗത്തിലെ ദൈവം പറയുക, നിങ്ങൾക്ക് വന്ദനം. ഹല്ലേലൂയ. സന്തോഷത്തിന്റെ വാക്കുകൾ, ആമേൻ, പ്രത്യാശയുടെ വാക്കുകൾ, ഹല്ലേലൂയ, നിന്നെ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണമുള്ള നിന്നെ ധൈര്യപ്പെടുത്തുന്ന വാക്കുകൾ, ആമേൻ, എന്റെ സ്വർഗ്ഗത്തിലെ ദൈവം തന്ന ഹല്ലേലൂയ അവൻ നിന്നെയും എന്നെയും മുന്നോട്ട് നടത്തുവാൻ സർവശക്തനാകുന്ന ദൈവമാ. നിരാശപ്പെടേണ്ട പ്രിയ ദൈവമൈതലേ, ഹല്ലേലൂയ, രാത്രികാലം ഈ പ്രിയ സഹോദരനെ പോലെ ഞാനും നീയും ദൈവത്തിന് സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണോ? നിന്റെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടായേക്കാം, നമ്മുടെ ജീവിതത്തിൽ പല കുറവുകളും ഉണ്ടായേക്കാം. എന്നാൽ അതിനെയെല്ലാം ഈ രാത്രികാലം മാറ്റിവെക്ക. ഈ പ്രിയ സഹോദരൻ ഓടിയതുപോലെ ഹല്ലേലൂയ ധനവാനാ, ആമേൻ, പ്രമാണിയാ, ദേശത്ത് സ്ഥാനങ്ങളുണ്ട്, മാനങ്ങളുണ്ട്, ഹല്ലേലൂയ 4 പേർ അറിയുന്ന പൊസിഷൻ ഉണ്ട്, കാര്യമൊക്കെ ശരിയാ. പക്ഷേ ഈ പ്രിയ സഹോദരനോട് ചോദിച്ചാൽ പറയും, എൻ്റെ ജീവിതത്തിൽ ഒരു കുറവുണ്ട്, ഞാൻ പൊക്കമില്ലാത്തവനാ. ഹല്ലേലൂയ. അത് കാരണം എനിക്ക് യേശുവിനെ കാണുവാൻ കഴിയത്തില്ല. നമ്മുടെ ഓരോരുത്തരുടെയും ഈ രാത്രികാലം അനുഭവം ഇതല്ലേ പ്രിയ ദൈവം, ഇതല്ലേ? ഹല്ലേലൂയ. ലോകം നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ കുറവുകളൊന്നും ഇല്ലായിരിക്കാം, ലോകക്കാർ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ കുറ്റങ്ങളൊന്നും ഇല്ലായിരിക്കാം, ആമേൻ, ദേശത്തിന്റെ നടുവിൽ സ്ഥാനങ്ങളും മാനങ്ങളും എല്ലാം ഉണ്ടായിരിക്കാം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കുറവിനെ കാണുന്ന ഒരുവനുണ്ട്. ആ കുറവിനെ ഈ രാത്രികാലം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്ക. ആമേൻ, ഹല്ലേലൂയ. അതിനെ നാം ഒരു വലിയ കാര്യമാക്കി എടുക്കാതെ വേണം. ഈ രാത്രികാലം നീ അനുഭവിക്കുന്ന രോഗത്തെ, നീ കടന്നു പോകുന്ന വിഷമഘട്ടത്തെ, നീ അനുഭവിക്കുന്ന സാമ്പത്തിക പ്രശ്നത്തെ, നീ അനുഭവിക്കുന്ന ഹല്ലേലൂയ ഒറ്റപ്പെടലിന്റെ അനുഭവത്തെ, നീ അനുഭവിക്കുന്ന കണ്ണുനീരിന്റെ അനുഭവത്തെ നീ വലിയതായി കാണാതെ വേണം. നീ അതിനെ പുറകിൽ വെച്ചുകൊണ്ട് നീ മുന്നോട്ടോടുവാൻ തയ്യാറാണോ? ഈ രാത്രികാലം പറയും, എനിക്ക് ഹല്ലേലൂയ ഇതൊന്നും ഒരു പ്രശ്നമല്ല, ഇതൊന്നും
എന്നെ മുന്നോട്ട് നയിക്കുവാൻ തക്കവണ്ണം ആമേൻ ഹല്ലേലൂയ എന്നെ പിടിച്ചു നിർത്തുന്നതല്ല. ഞാൻ മുന്നോട്ടോടും. എനിക്ക് എൻ്റെ യേശുവിനെ ഈ രാത്രികാലം കാണണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരു ആഗ്രഹം ഈ രാത്രികാലം നമ്മുടെ ദൈവം നൽകി തരട്ടെ. നമ്മുടെ യേശു കർത്താവ് എങ്ങനെയുള്ളവനെന്ന് ഈ രാത്രികാലം സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമ്മുടെ കർത്താവ് എത്ര വലിയവനാ. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ ഞാനും നിങ്ങളും രോഗിയായി കിടന്നപ്പോൾ, ആരും സഹായമില്ലാതെ ഇരുന്നപ്പോൾ, അവൻ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൂടി കടന്നു പോയപ്പോൾ ഹല്ലേലൂയ അവൻ നമ്മളെ കരം പിടിച്ച് നടത്തിയില്ലേ? രോഗശൈലിയിൽ നമുക്ക് ഹല്ലേലൂയ വിടുതൽ നൽകി തന്നില്ലേ? നിലവിളിച്ചപ്പോഴൊക്കെയും നമ്മുടെ കണ്ണുനീരിനെ ഒപ്പിയെടുത്തില്ലേ? ഹല്ലേലൂയ. കൂരിൽ താഴ്വരയിൽ കൂടെ നടന്നപ്പോഴും അവൻ നമുക്കൊരാശ്വാസമായി നമ്മളോട് കൂടെ ഇരുന്നില്ലേ? പല രാത്രി കാലങ്ങളിലും ഞാൻ നിങ്ങൾ ദൈവത്തോട് കർത്താവേ, ഈ ഇരുളിന്റെ അനുഭവം എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്ന് മാറും? അവൻ എൻ്റെ ജീവിതത്തിൽ എന്ന് ഞാനൊരു വിശ്വസ് കാണും. ഹല്ലേലൂയ. എന്ന് എൻ്റെ ജീവിതത്തിൽ ഞാനൊരു നന്മ കാണും. ഈ കൂരിരുൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്ന് നീങ്ങിപ്പോകും. ഞാനും നിങ്ങൾ പല സന്ദർഭങ്ങളിൽ അരുമനാഥനോട് ചോദിച്ച ഹല്ലേലൂയ ദിനങ്ങളില്ലേ? എന്നാൽ ഈ രാത്രികാലം നമ്മുടെ അരുമനാഥൻ പറയുക, എൻ്റെ പ്രിയ ദൈവ പൈതലേ, എൻ്റെ പ്രിയ ദൈവദാസനെ, എൻ്റെ പ്രിയ ദൈവദാസിയെ, നിന്റെ കൂരിരുളിന്റെ അനുഭവത്തെ മാറ്റുന്ന ഞാൻ സർവശക്തനാകുന്ന ദൈവമാ. ഹല്ലേലൂയ. ഇന്നലകളിൽ ഞാൻ നിന്നോട് കൂടെ ഇരുന്നെങ്കിൽ ആമേൻ, ഞാൻ നീ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം അരുളി തന്നുവെങ്കിൽ ഹല്ലേലൂയ നിനക്ക് ഞാൻ ദീർഘായുസ് തന്ന് ഈ വർഷത്തിന്റെ ആരംഭം മുതൽ ഇന്ന് വരെ നിന്നെ നടത്തിയെങ്കിൽ നിന്റെ ജീവിതത്തിലെ കുറവുകളൊന്നും ഈ രാത്രികാലം നീ പ്രശ്നമാക്കണ്ട. നീ അനുഭവിക്കുന്ന രോഗമൊന്നും നീ രാത്രികാലം പ്രശ്നമാക്കണ്ട. നിന്റെ സാമ്പത്തിക തകർച്ചകളൊന്നും, നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവികളെ ഓർത്തൊന്ന് ഹല്ലേലൂയ ഈ രാത്രികാലം നീ ഭാരപ്പെടണ്ട. അതിനെല്ലാം പുറകിൽ വെച്ചുകൊണ്ട് ഈ രാത്രികാലം നീ മുന്നോട്ടോട്, സക്കായിയെ പോലെ മുന്നോട്ടോട്. എനിക്ക് എൻ്റെ യേശുവിനെ ഒന്ന് കാണണം. ഹല്ലേലൂയ. അവൻ എങ്ങനെയുള്ളവനെന്ന് അവൻ എനിക്കൊന്നുകൂടെ ഒന്ന് രുചിച്ചറിയണം. അവൻ്റെ ആ സ്നേഹത്തിന്റെ ആഴത്തെ എനിക്ക് ഹല്ലേലൂയ പിന്നെയും പിന്നെയും രുചിച്ചറിയണം. അവൻ രാത്രികാലം ഹല്ലേലൂയ ഈ ദർശനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഈ തീരുമാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഈ സക്കായിയെ പോലെ മുന്നോട്ടോടുവാൻ ഞാനും നിങ്ങളും തയ്യാറാണെങ്കിൽ, നിന്നെ പിറകോട്ട് പിടിച്ചു വലിക്കുന്ന എന്ത് ജീവിത സാഹചര്യങ്ങളാണെങ്കിലും ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് പറയുക, അത് നിന്നെ പിറകോട്ട് പിടിച്ചു വലിക്കുവാൻ ഞാൻ അനുവദിക്കുന്നവനല്ല. ഞാൻ നിനക്ക് മുന്നോട്ടോടുവാൻ തക്കമുള്ള ആമേൻ ബലം നൽകി തരുന്ന കർത്താവ്, ധൈര്യം നൽകി തരുന്ന കർത്താവ്. നീ മുന്നോട്ട് ഓടുക തന്നെ ചെയ്യാം. നീ വിരുദ് പ്രാപിക്കുക തന്നെ ചെയ്യാം. യേശു കർത്താവ് എങ്ങനെയുള്ളവനെന്ന് ആമേൻ ഈ ദിവസങ്ങളിൽ രുചിച്ചറിയാം. ഈ ആണ്ടിന്റെ ആരംഭത്തിൽ പ്രാപിപ്പാൻ കഴിയാതിരുന്ന ചില നന്മകളെ ആമേൻ ഹല്ലേലൂയ ദൈവം ആമേൻ ഈ ദിവസങ്ങളിൽ അവന് വേണ്ടി ഹല്ലേലൂയ നാം മുന്നോട്ടോടുവാൻ, അവൻ എങ്ങനെയുള്ളവനെന്ന് രുചിച്ചറിയേണ്ടതിന്, അവനെ കാണേണ്ടതിന് ഓടുവാൻ നീ തയ്യാറാണെങ്കിൽ എൻ്റെ സ്വർഗത്തിലെ ദൈവം പറയുക, ഞാൻ നിനക്ക് വേണ്ടി ചില വൻ കാര്യങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. അവൻ നമുക്ക് വേണ്ടി ചിലതിനെ പ്രവർത്തിക്കുന്ന ദൈവമാ. അടഞ്ഞു കിടക്കുന്ന ചില വാതിലുകൾ, ശത്രു അടച്ചു വച്ച ചില വാതിലുകൾ, കരങ്ങളിൽ എത്തിച്ചേർന്ന ചില നന്മകൾ പ്രാപിപ്പാൻ കഴിയാതെ വണ്ണം ഹല്ലേലൂയ കരങ്ങളെ ആമേൻ ആ നന്മകളെ പ്രാപിക്കുവാൻ തക്കവണ്ണം കരങ്ങൾ കൂട്ടി ആമേൻ അടച്ചപ്പോൾ അതിനെ തകർത്ത് കളഞ്ഞ ശത്രുവിന്റെ ബലത്തെ ഈ രാത്രികാലം നമുക്ക് പരിശുദ്ധാത്മാവിൽ നിന്നുകൊണ്ട് ജയമെടുത്തുകൊണ്ട് പ്രാർത്ഥിച്ച് ആമേൻ ഹാലിലെ ശത്രുവിന്റെ മേൽ ജയമെടുക്കാം. ആമേൻ ധൈര്യത്തോടെ പറ, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കാം, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കാം, എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കാം, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാം, എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാം, എൻ്റെ ശരീരത്തിന്മേൽ പ്രവർത്തിക്കാം. ഹല്ലേലൂയ. അവൻ എങ്ങനെയുള്ളവനെന്ന് എനിക്ക് ഒന്നുകൂടെ ഒന്ന് രുചിച്ചറിയണം. അവൻ്റെ സ്നേഹത്തെ എനിക്ക് ഒന്നുകൂടെ ഒന്ന് രുചിച്ചറിയണം. ഹല്ലേലൂയ. എനിക്ക് മുൻപോട്ട് ഓടണം. ആമേൻ ഹല്ലേലൂയ. ദൈവം യേശു കർത്താവ് പറയുക, സക്കായിയെ നീ ഇറങ്ങി വാ. നീ എവിടെ ഒളിച്ചിരുന്നാലും, നീ ആരും കാണത്തില്ലെന്ന് വിചാരിച്ചാലും, നിന്നെ ആരും കണ്ടില്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടാകാം, പക്ഷെ ഞാൻ നിന്നെ കാണുന്നുണ്ട്. എൻ്റെ പ്രിയ ദൈവമേ, ഹല്ലേലൂയ രാത്രികാലം ഈ കേട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്കൊന്നും സമർപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണ്. ആരും നിന്നെ കാണുന്നില്ലെന്ന് ഈ രാത്രികാലം നിനക്ക് തോന്നിയാലും, ആരും നിന്റെ വേദനയെ മനസ്സിലാക്കുന്നില്ലെന്ന് ഈ രാത്രികാലം നിനക്ക് തോന്നിയാലും, അവൻ ഒരുവൻ നിന്നെ അറിയുന്നവനുണ്ട്. ഹല്ലേലൂയ. നീ എവിടെ ഒളിച്ചിരുന്നാലും, ആമേൻ ഹല്ലേലൂയ നീ എവിടെ ഇരുന്നു കൊണ്ട് കണ്ണുനീരൊഴിക്കാലും, ആമേൻ നിന്റെ കണ്ണുനീരിനെ ഈ ഭൂമിയിൽ നിന്റെ ഭർത്താവിനോ, നിന്റെ ഹല്ലേലൂയ ഭാര്യയ്ക്കോ, നിന്റെ കുഞ്ഞുങ്ങൾക്കോ, നമ്മുടെ മാതാപിതാക്കൾക്കോ കാണുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ ഒരുവൻ പറയുക, നിന്റെ കണ്ണുനീരിനെ ഞാൻ കാണുന്നുണ്ട്.
ഹല്ലേലൂയ. നിന്റെ കണ്ണുനീരിനെ ഞാൻ കാണുന്നുണ്ട്. നിന്റെ വിലാപത്തെ ഞാൻ നൃത്തമാക്കി തീർക്കും. ആമേൻ. ഹല്ലേലൂയ. ഈ രാത്രികാലം നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. മാനുഷികമാകുന്ന വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾക്ക് നാം ചെവി കൊടുക്കാതെ, ഇന്നലെ രാത്രികാലം വരെ ഇന്നൊരു പകൽക്കാലം വരെ നടത്തിയ ഈ വർഷത്തിന്റെ ആരംഭം മുതൽ ഈ ഡിസംബർ മാസം 4-ാം തീയതി രാത്രികാലം വരെ നമ്മുടെ കർത്താവ് നമ്മളെ ഏത് വിധത്തിൽ കൂടെ കൊണ്ടുവന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. പലപ്പോഴും വീഴ്ചകളും താഴ്ചകളും പട്ടുപോകുന്ന സന്ദർഭങ്ങളും എല്ലാം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കടന്നു വന്നു എങ്കിലും പട്ടുപോകുവാൻ, പ്രാണനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ആമേൻ നമ്മുടെ സ്വർഗത്തിലെ ദൈവം ഇടയാക്കാതെ വേണം. ഹല്ലേലൂയ. ആണ്ടിന്റെ അവസാനം കാണുവാൻ വരെയും ഈ അവസാന മാസം വരെയും നമ്മുടെ സ്വർഗത്തിലെ ദൈവം കൊണ്ടെത്തിച്ചുവെങ്കിൽ ഈ രാത്രികാലം ധൈര്യത്തോടെ പറ ദൈവവേദലേ, ആമേൻ, ഞാൻ മുന്നോട്ട് പോകും. ഹല്ലേലൂയ. എന്റെ കർത്താവ് എങ്ങനെയുള്ളവനെന്ന് അവൻ ഹല്ലേലൂയ എന്റെ വീട്ടിൽ പാർക്കുവാൻ ആമേൻ ഹല്ലേലൂയ അവൻ ആഗ്രഹിക്കുന്ന എന്റെ ജീവിതത്തിൽ ഞാൻ വിടേണ്ടുന്നതിനെ എല്ലാം വിട്ടുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഞാൻ മുന്നോട്ടോടുമെന്നുള്ള ഹല്ലേലൂയ പ്രത്യാശയോടെ നമുക്ക് ഈ ജീവിതയാത്ര മുന്നോട്ട് നയിക്കുവാൻ നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അവിടെ ഇടയാക്കുമാറാകട്ടെ. തകർത്ത് കളയുമെന്നും ഹല്ലേലൂയ നിന്നെ നശിപ്പിക്കുമെന്നും നിന്നെ മുടിച്ചു കളയുമെന്നും നിന്റെ ജീവിതത്തിൽ നന്മകളെ കാണുവാൻ ഞാൻ നിന്നെ അനുവദിക്കത്തില്ലെന്നും ശത്രുവാകുന്നവൻ ഒരു സൈഡിൽ വെല്ലുവിളിക്കുമ്പോൾ ആ വെല്ലുവിളിയെ നീ ആമേൻ ഹല്ലേലൂയ ധൈര്യത്തോടെ ഏറ്റെടുത്തുകൊണ്ട് ഈ രാത്രികാലം പറ ദൈവപൈതലേ, യഹോവ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അവൻ ഹല്ലേലൂയ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഞാൻ എപ്പോഴെല്ലാം വിളിച്ചപേക്ഷിക്കുന്നു എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഉത്തരം അരുളും. ആമേൻ ഹല്ലേലൂയ. ശത്രുവിന് എത്ര പ്രബലപ്പെട്ട് നമ്മുടെ മുന്നിൽ നിന്നാലും ആമേൻ ഈ രാത്രികാലം നാം പറ ഹല്ലേലൂയ ഞാൻ മുന്നോട്ട് പോകും. ഞാൻ ഈ പ്രതികൂലങ്ങളെ കണ്ടുകൊണ്ട്, ഞാൻ ഈ പ്രയാസങ്ങളെ കണ്ടുകൊണ്ട് ഹല്ലേലൂയ എന്നെ മുന്നോട്ട് വിടുവാൻ കഴിയാതെ വേണം എന്നെ പിടിച്ചു നിർത്തുന്നതാകുന്ന ഈ പ്രതികൂല കാറ്റുകളെ കണ്ടുകൊണ്ട് ഞാൻ ഹല്ലേലൂയ ആമേൻ തകർന്നു പോകത്തില്ല, ഞാൻ മുന്നോട്ടോടും. ഹല്ലേലൂയ. എൻ്റെ കർത്താവിന് എന്നെക്കുറിച്ച് ചില ഉദ്ദേശങ്ങളുണ്ട്. എൻ്റെ ഭവനത്തിനകത്ത്, എൻ്റെ ഹൃദയത്തിനകത്ത് ഞാൻ അവന് ഹല്ലേലൂയ ഈ രാത്രികാലം സ്ഥാനം കൊടുക്കുവാൻ തയ്യാറാ. അവൻ എൻ്റെ ചിലനെ വിടതിൻ്റെ ഞാൻ വിട്ടുകൊണ്ട് അവൻ ചില മാനസാന്തരങ്ങൾ ഈ ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുത്തിക്കൊണ്ട് ഹല്ലേലൂയ മുന്നോട്ടോടുവാൻ എൻ്റെ ദൈവം എന്നെ സഹായിക്കുമെന്നുള്ള ഹല്ലേലൂയ പ്രത്യാശയോടെ നമുക്ക് ഈ രാത്രികാലം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്കൊരു നിമിഷം ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ആമേൻ. നമ്മുടെ വിഷയങ്ങൾ എന്ത് തന്നെയായാലും ഈ രാത്രികാലം സ്വർഗത്തിലെ ദൈവം നമ്മളെ അറിയുന്നുണ്ട്. ആമേൻ ഹല്ലേലൂയ. ഈ രാത്രികാലം നാം പ്രാർത്ഥിക്കുന്ന അനേക വിഷയങ്ങൾ ആമേൻ കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഈ രാത്രികാലം വീണ്ടും ചില വിഷയങ്ങളെ നമുക്ക് ആമേൻ ഇതുവരെയും ഹല്ലേലൂയ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചില്ല എങ്കിൽ ഭാരപ്പെടേണ്ട പ്രിയ ദൈവപൈതലേ, അവൻ നമുക്ക് വേണ്ടി തക്ക സമയത്ത് പ്രവർത്തിക്കുന്നവൻ. അതുകൊണ്ടാ ഭക്തൻ പറയുന്നത് അവൻ ഹല്ലേലൂയ നിങ്ങൾക്കായി തക്ക സമയത്ത് പ്രവർത്തിക്കുന്നത് കൊണ്ട് അവൻ്റെ ബലമുള്ള കൈക്കീഴ് നാം താണിരിക്കണം. ഈ രാത്രികാലം അവൻ തക്ക സമയത്ത് പ്രവർത്തിക്കുമെന്ന് ധൈര്യത്തോടെ വിളിച്ചു പറയുവാൻ ഞാനും നിങ്ങളും തയ്യാറാണോ? ആമേൻ ഹല്ലേലൂയ. നമ്മുടെ പിതാവിനറിയാം എൻ്റെ പ്രിയ മകൻ, എൻ്റെ പ്രിയ മകൾക്ക് ഏത് സമയത്ത് എന്താവശ്യമുണ്ടെന്ന്. ഹല്ലേലൂയ. ഈ ലോകത്തിലെ മാതാവിനോ പിതാവിനോ അറിയുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ ആമേൻ നമ്മുടെ സ്വർഗത്തിലെ ഹല്ലേലൂയ നമ്മളെ വീണ്ടെടുത്ത, നമ്മളെ സൃഷ്ടിച്ച, അവൻ്റെ സ്വരൂപത്തിലാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ അരുമനാഥനറിയാം. ആമേൻ എൻ്റെ പ്രിയ മകൻ, എൻ്റെ പ്രിയ ദാസൻ എന്തിന് നിലവിളിക്കുന്നു, അവൻ്റെ ആവശ്യമെന്തെന്ന്, അവരുടെ ഹല്ലേലൂയ കണ്ണുനീരിനെ അപ്പം മറുപടി തരണമെന്ന് നമ്മുടെ കർത്താവിനറിയാം. അതുകൊണ്ട് അവൻ്റെ കരങ്ങളിലേക്ക് ഈ രാത്രികാലം നമ്മുടെ സകല വിഷയങ്ങളെയും ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അവൻ നമ്മുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം തരുന്നവനാ. ഒരുപക്ഷെ ശാരീരികമാവുന്ന പ്രയാസമായിരിക്കാം, സാമ്പത്തികമാവുന്ന പ്രശ്നമായിരിക്കാം, ഹല്ലേലൂയ കുടുംബപരമാകുന്ന പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ ഹല്ലേലൂയ ആത്മീകമായ ഭൗതികമായ ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളായിരിക്കാം. എന്തു തന്നെയായാലും ദൈവസന്നിധിയിൽ നീ ഏൽപ്പിച്ചു കൊടുക്ക്. അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ തയ്യാറാ. ഹല്ലേലൂയ. ആമേൻ. ഈ രാത്രികാലം ഒരു നിമിഷം നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കും. സ്വർഗീയ പിതാവേ, നൽകി തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുക. കേട്ട വചനത്തിൻ്റെ മുമ്പാകെ അടിയങ്ങളെ സമർപ്പിക്കുന്നു അപ്പ.
ഹാലിലെ പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ആമേൻ ഹാലിലെ പല കുറവുകളും ഉണ്ട് നാഥ. എന്നാൽ ഈ രാത്രി കാലം നീ ആമേൻ സക്കായുടെ ഭവനത്തിലേക്ക് കടന്നു ചെന്നതിൻ്റെ ഉദ്ദേശം എന്തെന്ന് ആമേൻ കണ്ടതുപോലെ ഞങ്ങളുടെ ഭവനത്തിനകത്തും ഈ ദിവസങ്ങളിൽ ചില വിടേണ്ടതിനെ വിട്ടുകൊണ്ട്, ചില മാനസാന്തരങ്ങളെ വരുത്തിക്കൊണ്ട്, ചില കുറവുകളെ മാറ്റിക്കൊണ്ട് കർത്താവെ ഞങ്ങൾ മുന്നോട്ടോടുവാൻ ഇവിടെ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രി കാലം നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക കർത്താവേ. ആമേൻ ഞങ്ങളുടെ ജീവിതത്തിൽ അല്ലെ പലപ്പോഴും ഞങ്ങൾ മിസ്സക്കായെ പോലെ ആരും കാണുന്നില്ല എന്ന് പറഞ്ഞ് ഒളിച്ചിരിക്കുന്ന അനുഭവങ്ങൾ, എന്നെ ആരും കാണുന്നില്ലല്ലോ എന്ന് പറയുന്ന സന്ദർഭങ്ങൾ ആമേൻ. എന്നാൽ ഹാലിൽ ഒരുവൻ ഞങ്ങളെ കാണുന്നുണ്ട്. എൻ്റെ അപ്പ ഞങ്ങളെ എവിടെ ആയിരുന്നാലും നിന്റെ കണ്ണ് ഞങ്ങളെ ഹാലിലെ നോക്കിക്കൊണ്ടിരിക്കുന്നതിനാൽ സ്തോത്രം. നിന്റെ ജനത്തെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക, അവരുടെ ആവശ്യങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക, പ്രാർത്ഥനാ വിഷയങ്ങളെ നിന്റെ സന്നിധിയിൽ ഏൽപ്പിക്കുക. ഈ ഒരു വർഷത്തിന്റെ ആരംഭം മുതൽ ചില വിഷയങ്ങൾക്ക് വേണ്ടി നിന്റെ സന്നിധിയിൽ നെടുവേർപ്പെട്ട ചില വ്യക്തികളുണ്ടെന്നാൽ ഇതുവരെയും വിടുതൽ പ്രാപിച്ചില്ല എങ്കിൽ, മറുപടി ലഭിച്ചില്ല എങ്കിൽ ഞങ്ങൾ ധൈര്യത്തോടെ മുന്നോട്ട് പോയ കാരണം തക്ക സമയത്ത് നീ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാ. കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ മാസങ്ങളിൽ ഞങ്ങളെ നടത്തിയ കർത്താവേ, ഈ വർഷത്തിന്റെ അവസാനത്തെങ്കിലും നീ ഞങ്ങളെ കൊണ്ടെത്തിച്ചല്ലോ അപ്പ. നിന്റെ ദയയ്ക്കും വിശ്വസ്തതയ്ക്കുമായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് നിന്റെ പാദപീഠത്തിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുകയാണ്. ലൈവിലായിരിക്കും നിന്റെ ദാസിദാസന്മാരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായി, മാനസികമായി, ആത്മീകമായി നിന്റെ വേലയുടെ മുഖത്തും എല്ലാം നിന്റെ ഭക്തന്മാരെ, ദാസിമാരെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗമേ, നീ ഇവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദിയോട് സ്തോത്രം. സ്ഥലം യേശുവിന്റെ വലിയ നാമത്തിന് അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കണമേ ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവേ. ആമേൻ. ദൈവം നമ്മളെല്ലാവരെയും ഈ രാത്രി കാലം ധാരാളമായി അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്നും അടിയങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുക. കർത്താവിന്റെ ദാസനെ ഓർത്ത് പ്രത്യേകമാകുന്ന പ്രാർത്ഥനയെ ആമേൻ ഞാൻ ആമേൻ ചോദിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മാസക്കാലം ഹോസ്പിറ്റലിലായിരുന്നെങ്കിലും ഈ ദിവസങ്ങളിൽ തിരികെ വന്നുവെങ്കിലും നടുവേദനയാൽ വളരെയധികം ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രത്യേക പ്രിയ ദൈവവേദൽ മക്കളെ, നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഇത്രത്തോളം ഞങ്ങളെയും ഈ ദേശത്ത് അയക്കിയിരിക്കുന്നത്. തുടർന്നും ദേവദാസന്മാരുടെയും ദാസിമാരുടെയും എല്ലാവരുടെയും ശ്രദ്ധയേറിയ പ്രാർത്ഥന ചോദിക്കുന്നു. ദൈവം നമ്മളെ രാത്രി കാലം ധാരാളമായി അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. മാറാനാഥ.